ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ എടുക്കുന്ന പാഠപഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ ക്വാർട്ടറിലെ 4ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. പാഠത്തിൻ്റെ തലവാചകം ഇങ്ങനെയാണ്: ദൈവം വികാരാധീനനും മനസ്സലിവുള്ളവനുമാണ്. ഗോഡ് ഈസ് കമ്പാഷനേറ്റ് ആൻഡ് പാഷനേറ്റ്. നമുക്ക് ഈ പാഠപഠനത്തിന് മുമ്പായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതത്തിൽ വാസം ചെയ്യുന്ന ദൈവമേ, തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസുർഗങ്ങൾ അധിവസിക്കുന്നവനെ അങ്ങോട്ട് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാജാതിരാജാവും കർത്താതി കർത്താവുമായ തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷത്തിന് നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി ഈ പാഠം അവിടെ നിന്ന് തയ്യാറാക്കി തന്നിരിക്കുന്നതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാ പ്രേരണയാൽ ഈ പാഠം പഠിക്കാൻ ഞങ്ങൾ അവൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാഠത്തിൻ്റെ മർമ്മങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം ഞങ്ങൾ ഓരോ പാഠം പഠിക്കുമ്പോഴും അത് ജീവിതത്തിൽ ഞങ്ങൾ പ്രായോഗികമാക്കേണ്ടതിനും അങ്ങനെ ദൈവത്തോട് ഓരോ പടി അടുത്ത് ജീവിക്കേണ്ടതിനും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അവിടെ നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കുന്ന അടിയനെയും പരിശുദ്ധാത്മാവിനാൽ അവിടെ നയിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചോദിച്ചാലധികമായ നന്മകളെ കൊണ്ട് നിറയ്ക്കണമെന്ന് യേശു കൃഷ്ണനാമത്തിൽ താഴ്മയാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ, ആമേൻ. നമുക്ക് നമ്മുടെ മനപ്പാഠവാക്യത്തിലേക്ക് പോകാം. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് യെശയ്യാ പ്രവചനം 49-ാം അധ്യായം 15-ാം വാക്യമാണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയിലാണ്. നമ്മുടെ മനപ്പാഠവാക്യം. ശരിക്കും ഇന്നത്തെ പത്രമാധ്യമങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രസവിച്ച കുഞ്ഞിനെ മറന്നു കളയുന്ന, കരുണ തോന്നാതിരിക്കുന്ന മാതാവിനെയൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അതുപോലെ എന്താണ്, പിതാക്കന്മാരും അങ്ങനെ കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ദൈവം നമ്മോട് പറയുന്നത് എന്താണ്, അങ്ങനെ സംഭവിച്ചാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല എന്നാണ്. അപ്പോൾ ദൈവത്തിന് നമ്മോടുള്ളത് ഒരു അഗാധമായ ഒരു ആഴത്തിലുള്ള ഒരു സ്നേഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ശരിക്കും അതുകൊണ്ട് മാത്രമാണ് എത്ര തന്നെ മനുഷ്യർ പാപം ചെയ്തിട്ടും വീണ്ടും വീണ്ടും ദൈവം നമ്മെ സ്നേഹിക്കുകയും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ദൈവം അവിടെ ദൂതന്മാരാൽ നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നയിക്കുകയും ചെയ്യുന്നതെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചത്തെ പാഠത്തിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ, പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും മനസ്സലിവിനെക്കുറിച്ചുമാണ്. ആ ആഴത്തിലുള്ള സ്നേഹത്തിൽ, അഗാധമായ സ്നേഹത്തെക്കുറിച്ചും വീണ്ടെടുക്കുന്ന സ്നേഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മനസ്സലിവിനെക്കുറിച്ചും എത്ര പാപം ചെയ്തിട്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ഈ ആഴ്ച നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത്. ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ഞായറാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം: ഒരു മാതാവിൻ്റെ സ്നേഹത്തിനപ്പുറം, മോർ ദാൻ എ മദേഴ്സ് ലവ്. ശരിക്കും ഈ ലോകത്തിലുള്ള മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തെയാണ് ഏറ്റവും വലിയ സ്നേഹമായിട്ട് ഈ ലോകം കരുതുന്നത്. അതായത് എല്ലാ പാരൻസും അവരുടെ കുഞ്ഞുങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. ഇതുപോലെ തന്നെ ദൈവവും നമ്മെ സ്നേഹിക്കുന്നു. ഈ സ്നേഹമെന്ന വികാരം ദൈവത്തിനുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ശരിക്കും മനുഷ്യരിൽ നിന്നുള്ള വ്യത്യസ്തമായിരിക്കും ദൈവത്തിൻ്റെ വികാരമെങ്കിലും ദൈവത്തിൻ്റെ വികാരങ്ങളെല്ലാം തന്നെ മനുഷ്യവർഗത്തെ ദൈവത്തോട് അടുപ്പിക്കുന്നതും മനുഷ്യവർഗത്തെ നീതിയുടെ പാതയിൽ നടത്തുന്നതുമായിരിക്കും എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നമ്മൾ സങ്കീർത്തനം 103-ന്റെ 13-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന് കാണിച്ചിരിക്കുന്നു. ശരിക്കും ഒരു കുഞ്ഞൊരു തെറ്റ് ചെയ്താൽ എന്തായും അപ്പൻ ശിക്ഷിക്കും. അപ്പൻ ശിക്ഷിക്കുന്നു എന്ന കാരണത്താൽ അപ്പന് കുഞ്ഞിനോടുള്ള സ്നേഹം, അല്ലെങ്കിൽ ആ തെറ്റ് കുഞ്ഞ് ചെയ്തു എന്ന കാരണത്താൽ എന്താണ്, കുഞ്ഞിനോടുള്ള സ്നേഹം അപ്പന് കുറഞ്ഞു പോകുന്നില്ല. ശിക്ഷ ആ തെറ്റിന് മാത്രം നൽകുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നുണ്ടല്ലേ. ശരിക്കും ഇതുപോലെ തന്നെയാണ് ദൈവവും നമ്മെ സ്നേഹിക്കുന്നത്. പലപ്പോഴും ദൈവത്തിൽ നിന്ന് പിന്മാറി പോകുമ്പോൾ ചെറിയ പ്രയാസങ്ങളോടെ നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരുത്തുന്നുവെങ്കിലും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്, പ്രസവിച്ച മകനെ മറന്നു കളഞ്ഞാലും അമ്മ മറന്നാലും എന്താണ്, ദൈവം മറക്കത്തില്ല എന്ന് കാണിക്കുന്നു. ശരിക്കും അത്രയും ആഴത്തിലാണ് ദൈവം, ഒരു പാഷനേറ്റ് ലവാണ് ദൈവത്തിന് മനുഷ്യരോട് ഉള്ളതെന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്ര അഗാധമായൊരു പ്രൊഫൗണ്ട് ലവ് ദൈവത്തിന് മനുഷ്യരോടുള്ളതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മൾ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ ഉദരത്തിൽ മെനഞ്ഞവനാരാണ്? ദൈവമാണ് എന്ന് പറയുന്നത്. അത് ഉരുവാക്കിയെടുക്കുന്നത് നമ്മുടെ കണ്ണും കൈയും കാലും ഒക്കെ വെച്ച് ഒരു കുഞ്ഞിനെ ഫോം ചെയ്ത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്ന ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ സമ്മാനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് ആ കുഞ്ഞിനെ അറിയാം. ദൈവമാണ് ആ കുഞ്ഞിനെ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് മാതാവ് എന്ത് കളഞ്ഞിട്ട് പോയാലും, പാരൻസിൻ്റെ സ്നേഹം കുഞ്ഞുങ്ങൾക്ക് കിട്ടാതിരുന്നാലും ദൈവത്തിൻ്റെ സ്നേഹം ദൈവം എന്ത്
തീർച്ചയായിട്ടും മനുഷ്യവർഗത്തോട് നൽകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ സങ്കീർത്തനം 139 വാക്യത്തിലേക്ക് പോകുമ്പോൾ, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങൾ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെനഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അപ്പോൾ ഒരു കുഞ്ഞ് കൈ കിട്ടുമ്പോഴാണ് ഒരു പാരൻസിന് സന്തോഷം. പക്ഷേ ആ കുഞ്ഞിനെ ഒരു അമ്മയുടെ ഉദരത്തിൽ ഫോം ചെയ്യുന്നതാരാണ്? ദൈവമാണ് എന്നതിൽ പറയുന്നു. ഭയങ്കരവും അതിശയകരമായി നീ എന്നെ അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തിയാണ്. ഇതുകൊണ്ടാണ് നമുക്കറിയാം, ഒരു മാതാവിൻ്റെ സ്നേഹത്തിനും അപ്പുറമുള്ളൊരു സ്നേഹം ആർക്ക് മനുഷ്യനോടുണ്ട്? ദൈവത്തിന് മനുഷ്യനോടുണ്ട്. കാരണം ആ മാതാവിൻ്റെ ഉദരത്തിലെ കുഞ്ഞിനെ മെനഞ്ഞവനാണ് ദൈവമെന്ന് ഈ വാക്യങ്ങൾ നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട്. ശരിക്കും ഇരമ്യാവിൻ്റെ പ്രവചനം 31 20 വാക്യത്തിലേക്ക് പോകുമ്പോൾ, ഞാൻ എഫ്രൈമിന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു, അതുകൊണ്ട് എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു എന്ന് കാണുന്നു. അതായത് എഫ്രൈം, ഇസ്രായേൽ മക്കൾ എപ്പോഴും ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുമ്പോഴൊക്കെ എന്താണ്? ദൈവത്തിനും അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ചെറിയ ചെറിയ പനിഷ്മെൻറ്റുകൾ നൽകേണ്ടി വന്നിട്ടുണ്ട്, വിരോധമായി സംസാരിക്കേണ്ടി വരുന്നിട്ടുണ്ടല്ലേ. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴും എന്താണ്? ഞാൻ എഫ്രൈമിന് വിരോധമായി സംസാരിക്കുമ്പോഴും അവനെക്കുറിച്ച് എന്താണ്? എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നും. സ്ഥായി തോന്നുന്നു എന്ന് വെച്ചാൽ എന്താണ്? ഐ ഏണസ്റ്റ്ലി റിമെമ്പർ ഹിം സ്റ്റിൽ എന്നാണ്. അവനെന്താണ്? ഞാൻ ആത്മാർത്ഥമായി ആ സമയത്ത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വിരോധമായി സംസാരിക്കുമ്പോഴും ആത്മാർത്ഥമായി അവനെ സ്നേഹിക്കുന്നു, ഓർക്കുന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും അതുകൊണ്ട് എൻ്റെ ഉള്ളം അവന് ചൊല്ലി ഉരുകുന്നു എന്ന് കാണിക്കുന്നു. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലാൽ ദൈവം ഒരിക്കലും ആരെയും ദൈവത്തിൽ നിന്ന് അകലാൻ ഒരു വിധത്തിലും സംഭവിക്കുന്നില്ല. ആ പാവം എത്ര ചെയ്താലും ഒരു മാതാവിനേക്കാൾ ഉപരി ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ എന്താണ്? ദൈവത്തിൻ്റെ ജനത്തെയും എന്താണ്? ദൈവം അതുപോലെ സ്നേഹിക്കുകയും ദൈവത്തോട് അടുക്കുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സ്നേഹമാണ്, വളരെ ആഴത്തിലുള്ള അങ്ങനെ ഒരു സ്നേഹമാണ് ദൈവത്തിന് തൻ്റെ സൃഷ്ടികളായ മനുഷ്യരോട് ഉള്ളതെന്ന്, പ്രത്യേകിച്ച് ദൈവജനത്തോടുള്ളതെന്ന് ഈ വാക്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലേ. ശരിക്കും എന്താണ്? അപ്പോൾ ഈ മാതാവിനേക്കാൾ അധികം നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്ക് പൂർണ്ണമായി അനുസരിച്ച് നമുക്കും ആ ദൈവത്തെ സ്നേഹിക്കാവുന്നതാണ്. നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം ഹൃദയഭേദകമായ സ്നേഹമെന്നാണ്. ഗട്ട് വ്രെഞ്ചിങ് ലവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഹൃദയഭേദകമായ സ്നേഹം എന്നൊരു വാക്യം കൊടുത്തിട്ടുണ്ട്. ശരിക്കും മനുഷ്യരോടുള്ള ആഴത്തിലുള്ള സ്നേഹം നമുക്ക് നോക്കുന്നതിന് വേണ്ടി ഹോശേയ പ്രവാചകനിലേക്ക് പോയാൽ മനസ്സിലാവും. ദൈവം എത്രമാത്രമാണ് ദൈവത്തിൻ്റെ മനുഷ്യരെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്നും എത്രമാത്രമാണ് സ്നേഹിക്കുന്നതെന്നും ഹോശേയ പ്രവാചകനിലൂടെ അന്ന് ഇസ്രായേൽ മക്കൾ കാട്ടിത്തന്നതുപോലെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് അല്ലേ. ഹോശേയ 1:2 വാക്യത്തിലേക്ക് പോകുമ്പോൾ ഹോശേയോട് ദൈവം ഇങ്ങനെയാണ് പറയുന്നത്: നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയും പരസംഗത്തിൽ ജനിക്കുന്ന മക്കളെയും എടുക്കുക. ദേശം എന്താണ്? യഹോവയെ വിട്ടുമാറി പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്നാണ്. ശരിക്കും എന്താണ്? അപ്പോൾ ഈ ഹോശേയ എന്ന ദൈവത്തോട് വിശ്വസ്തനായ, നീതി പുലർത്തുന്ന, വിശ്വസ്തതയുള്ള ഈ പ്രവാചകൻ എന്ത് ചെയ്യുന്നു? പരസംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോമോറിനെ സ്വീകരിക്കുകയും അതുപോലെ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുക മാത്രമല്ല, ഗോമോറിനെ എന്ത് ചെയ്യുക? സ്നേഹിക്കുകയും ചെയ്യാണ് ചെയ്യുന്നത്. ഗോമോറിനെ ഹോശേയ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഈ ഗോമോർ എന്താ ചെയ്യുന്നത്? ഗോമോർ എന്ത് ചെയ്യുന്നു? പുറത്തുള്ള അന്യപുരുഷന്മാരെ സ്നേഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഹോശേയ ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഹോശേയ പിന്നെയും പോയി ഗോമോറിനെ എന്താണ്? വില കൊടുത്ത് വാങ്ങി തിരിച്ചു കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെയും ഗോമോറിനെ ഹോശേയ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും നമ്മൾ ആ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ശരിക്കും ഇതാണ് ഇസ്രായേൽ മക്കളുടെ ജീവിത ചരിത്രത്തിൽ നടന്നത്. ശരിക്കും എന്താണ്? ദൈവത്തിൽ നിന്ന് അവർ പലതവണ വരുമാറി പോകുമ്പോഴും അവർ വിഗ്രഹങ്ങളെ സേവിക്കുകയും ബാൽബിംബങ്ങളെ പൂജിക്കുകയും യാഗാദി കർമ്മങ്ങൾ ബിംബങ്ങൾക്ക് നടത്തുകയൊക്കെ ചെയ്യുമ്പോഴും എന്താണ്? ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരികയും അവരെ പിന്നെയും സ്നേഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവം അങ്ങനെ അവരെ സ്നേഹിക്കുമ്പോൾ, ഹോശേയ ഗോമോറിനെ സ്നേഹിച്ചതുപോലെ ദൈവം എന്താണ്? ദൈവത്തിൻ്റെ ജനത്തെ സ്നേഹിക്കുമ്പോഴും ഈ ദൈവത്തിൻ്റെ ജനം എന്ത് ചെയ്യുന്നു? വിഗ്രഹങ്ങളുടെ അടുത്തേക്കും അന്യദേവന്മാരുടെ അടുത്തേക്കും പിന്നെയും പോകുന്നുണ്ട്. ദൈവം സ്വന്തം രക്തം കൊടുത്ത് ഹോമോറിനെ വിലയ്ക്ക് വാങ്ങിയതുപോലെ ദൈവം രക്തം കൊടുത്ത് മനുഷ്യവർഗത്തെല്ലാം വിലയ്ക്ക് വാങ്ങിച്ചത് എന്തിനാണ്? ആ പാപത്തിൽ നിന്ന് മോചിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിക്കാനാണ്, ദൈവത്തെ സ്നേഹിക്കാനാണ്. പക്ഷെ അങ്ങനെ ദൈവം ചെയ്തിട്ടും പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ദൈവജനം എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യർ പിന്നെയും വഴിതെറ്റി
വിഗ്രഹങ്ങളെ സേവിക്കുന്നതായിട്ട്, അന്യദൈവങ്ങളെ പൂജിക്കുന്നതായിട്ട്, യാഗങ്ങൾ കഴിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ശരിക്കും ദൈവത്തിന് മനുഷ്യരോടുള്ള ഒരു സ്നേഹം എന്താണെന്ന് അറിയാമോ? വളരെ ആഴത്തിലുള്ളൊരു സ്നേഹമാണ്. ഇവിടെ നമ്മൾ ഈ കഥയിൽ കാണുന്ന പോലെ, ഹോശയുടെയും ഗോമോറിൻ്റെയും ജീവചരിത്രത്തിൽ കാണുന്നത് പോലെ എന്താണ്, ഹോശ എന്താണ്, ഒരു റിഡീമിങ് ലവാണ് അവിടെ ചെയ്തത്, അല്ലേ? വീണ്ടെടുപ്പുള്ള ഒരു സ്നേഹമാണ്. ശരിക്കും കർത്താവായ യേശു ക്രിസ്തു ഇത് തന്നെയാണ് മനുഷ്യവർഗത്തെ ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ രക്തം കൊടുത്ത്, കാൽവരി ക്രൂശിൽ യേശുവിൻ്റെ രക്തം വിലയ്ക്ക് കൊടുത്ത് പാപത്തിൽ നിന്ന് മനുഷ്യരെ എന്താണ് വീണ്ടെടുത്തിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഒരു സ്നേഹവാനായ ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും ഹോശയ 11-ാം അധ്യായം 1 മുതൽ 9 വരെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വഴിപിഴച്ച ജനത്തിനായി ദൈവം എന്താണ് പിന്നെയും കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവം വിളിക്കുന്തോറും ഇസ്രായേൽ മക്കൾ വിട്ടകന്ന് പോയിരുന്നാലും ബാൽബിംബങ്ങളെ പൂജിക്കുകയും അവർക്ക് ധൂപവും കാട്ടുകയൊക്കെ ചെയ്തിരുന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെയും 3-ാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നാണ്. അവരെ പിന്നെയും അതിൽ നിന്ന് എന്താണ് ദൈവം സുഖപ്പെടുത്തി കൊണ്ടുവരുന്നതാണ്, പിന്നെയും ദിവസനിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. 7-ാം വാക്യത്തിൽ എൻ്റെ ജനം എന്നെ വിട്ട് പിരിയാൻ ഒരുങ്ങിയിരിക്കുന്നു. ദൈവം ഇത്ര അധികം അവരെ തിരികെ കൊണ്ടുവന്നിട്ടും അവർക്കുള്ളതെല്ലാം നൽകിയിട്ടും ഈ ജനം എന്താണ് പിന്നെയും വിഗ്രഹങ്ങളടുത്തേക്ക് പോകുമെന്ന്, ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി, ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളടുത്തേക്ക് പോകാൻ അവരെന്താണ് ഒരുങ്ങിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ആവർത്തന പുസ്തകം 1-ന്റെ 31-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ അവൻ തൻ്റെ ജനത്തെ വഹിക്കുന്നു എന്നാണ്. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ അവൻ തൻ്റെ ജനത്തെ വഹിക്കുന്നു എന്ന് കാണുന്നു. യെശയ്യാവ് 63:8 തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു, പുരാതന കാലത്തൊക്കെയും അവനവരെ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, ദൈവം എന്താണ് എത്ര മാറിപ്പോയിരുന്നാലും അവരാരും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് കരുതി എന്താണ് പിന്നെയും അവരെ ചുമന്നുകൊണ്ട് നടക്കുന്നതായിട്ട്, പിന്നെയും അവർക്ക് ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതായിട്ടുള്ള, അതായത് ഹോശയ ഗോമോറിനെ സ്നേഹിച്ചിരുന്നിട്ടും ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയിട്ടും പിന്നെയും വില കൊടുത്ത് വാങ്ങി സ്നേഹിക്കുന്നത് പോലെ എന്താണ് ദൈവത്തിൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതായിട്ട് നമ്മൾ ഈ ഭാഗങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സ്നേഹമാണ് ദൈവത്തിൻ്റെ ജനത്തോടുള്ളത്, അല്ലെങ്കിൽ മനുഷ്യവർഗത്തോട് തന്നെയുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ ആശയിലും ഇന്നത്തെ പാഠത്തിലും നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന് അർഹമായ സ്നേഹം തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ദൈവത്തെ തിരിച്ചറിയുന്ന, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഓരോ വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ തിരിച്ച് ദൈവത്തെ സ്നേഹിക്കേണ്ടതിന്, അർഹമായ സ്നേഹം ദൈവത്തിന് തിരികെ കൊടുക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ എവരെയും നടത്തുമാറാകട്ടെ. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ച ഭാഗത്തിൻ്റെ തലവാചകം ക്രിസ്തുവിൻ്റെ മനസ്സലിവ്, ദ കമ്പാഷൻ ഓഫ് ജീസസ്. ദൈവത്തിൻ്റെ ആഴത്തിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന് ആഴമായ എന്താണ്, തെറ്റിപ്പോകുന്ന മനുഷ്യരോട് മനസ്സലിവ് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പാഠത്തിൻ്റെ തലവാചകം തന്നെ എന്താണ്, ക്രിസ്തുവിൻ്റെ മനസ്സലിവെന്നാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ന്റെ 3-ാം വാക്യം, മനസ്സലിവുള്ള പിതാവും സർവാശ്വാസം നൽകുന്നവനും എന്ന് പത്രോസ് പറയുന്നു. ദൈവം എങ്ങനെയാണ്? മനസ്സലിവുള്ളവനുമാണ്, അതുപോലെ തന്നെ സർവ്വ ആശ്വാസം നൽകുന്നതുമാണ് നമ്മൾ പറയുന്നു. ഇസ്രായേൽ മക്കൾ പലതവണ തെറ്റിപ്പോയിട്ടും ദൈവം അവരോട് എന്താണ്, മനസ്സലിവ് കാണിക്കുകയും അവരെ വീണ്ടും സ്നേഹിക്കുകയും അവരെ തിരികെ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യം ഇങ്ങനെ കാണുന്നു, അവൻ ജനക്കൂട്ടത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു എന്ന് കാണുന്നു. അപ്പോൾ ജനക്കൂട്ടത്തെ ഇടയനില്ലാതെ കണ്ടിട്ട് ദൈവത്തിന് അവരോട് മനസ്സലിവ് തോന്നി എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ജനക്കൂട്ടം മുഴുവൻ നീതിമാന്മാരായിരുന്നു? അല്ല. ദൈവം എന്താണ്, പാപികളെ സ്നേഹിക്കുകയും അവരോട് മനസ്സലിവ് തോന്നുകയും അവരെ ആശ്വാസം നൽകുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മത്തായി 14-ന്റെ 14-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അവനൊന്ന് വലിയ ജനക്കൂട്ടത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞു എന്ന് കാണുന്നുണ്ട്. അവരുടെ രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തു. മർക്കോസ് 1-ന്റെ 41-ലേക്ക് പോകുമ്പോൾ യേശു മനസ്സലിഞ്ഞ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതായിട്ട് കാണുന്നുണ്ട്. ലൂക്കോസ് 7-ന്റെ 13-ലേക്ക് പോകുമ്പോൾ നയീൻ പട്ടണത്തിലെ വിധവയുടെ കരച്ചിൽ കണ്ട് മനസ്സലിഞ്ഞ് ആ മരിച്ച മകനെ ഉയർപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ജനക്കൂട്ടത്തിലുള്ള രോഗികളിലുള്ള ദൈവം ആരെയും മുഖത്ത് നോക്കാതെ ദൈവത്തിന് മനസ്സലിവ് തോന്നുകയും ദൈവം അവർക്കുള്ള ആവശ്യങ്ങളെല്ലാം ആശ്വാസമായി തീരുകയും ചെയ്തതായിട്ട് നമ്മൾ കൂടുതലായിട്ട് വാക്യങ്ങൾ ബൈബിൾ നമുക്ക് കാണാവുന്നതാണ്. ഈ വാക്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്.
അപ്പോൾ ശരിക്കും നമ്മളിവിടെ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു ആഴത്തിൽ സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്താണ് പാപികളായ മനുഷ്യരോട് മനസ്സലിവ് തോന്നി അവർക്ക് ആശ്വാസദായകനായിട്ട് ഇരുന്നതായിട്ടും നമ്മൾ ഈ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അല്ലേ. മനുഷ്യരുടെ കഷ്ടാവസ്ഥയിൽ മനസ്സലിവുള്ളവനാണ് ദൈവമെന്നാണ് നമ്മൾ ഈ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. യോഹന്നാൻ 13:35 വാക്യത്തിലേക്ക് പോകുമ്പോൾ യേശു കണ്ണീർ വാർത്തയിലാണ്. അപ്പോൾ ഈ കണ്ണീർ വാർക്കുക എന്നൂടെ പറയുമ്പോൾ കരയാന്നൊരു വികാരം കൂടെ, സ്നേഹം, മനസ്സലിവ്, ആശ്വാസം, കരയുക, എല്ലാ വികാരങ്ങളും എന്താണ് ദൈവത്തിനുമുള്ളതായിട്ട് നമ്മൾ ഈ പാഠഭാഗങ്ങളിലൂടെ പഠിച്ചു വരുന്നുണ്ട്. ദൈവത്തിൻ്റെ വികാരങ്ങളെല്ലാം എന്താണ് നമ്മുടെ വികാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ തന്നെയും ദൈവം മനുഷ്യരോട് വളരെ മനസ്സലിവുള്ളവരും കരുണയുള്ളവരും അതുപോലെ തന്നെ കരുണയുള്ളവനുമായി കാണപ്പെടുകയും മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി, ഇനി ഈ സൗഖ്യം കിട്ടിയവരെല്ലാവരും ദൈവത്തെ സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പലരെയും ദൈവ സൗഖ്യം കൊടുത്തിട്ട് ഒത്തിരി പേര് തിരിച്ചു വന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്താണ് പലരും സൗഖ്യം കിട്ടിയിട്ട് തിരികെ വരാതിരുന്നവരായിട്ട് ഉള്ള കഥയും നമ്മൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും ദൈവം അവരെന്താണ് അവരെ കാണുമ്പോൾ അവരോട് മനസ്സലിവ് തോന്നുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് ആവശ്യം എന്തെന്നറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പോലെ തന്നെ ക്രിസ്തുവിൻ്റെ മനസ്സലിവും കാരണം എന്താണ് ഒത്തിരി പേരെ ദൈവത്തിലേക്ക് അടുക്കാൻ സഹായിക്കുന്നുവെന്ന് നമ്മൾ ഈ പാഠങ്ങളിലൂടെ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഇത്തരം സ്വഭാവ ഉള്ളവരായിരിക്കുകയും അതോടൊപ്പം തന്നെ അനേകരെ ദൈവത്തിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതിനും നമ്മളും പ്രയത്നിക്കേണ്ടതാണെന്നൂടെ ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോവാം. ബുധനാഴ്ചത്തെ ഭാഗം തീഷ്ണതയുള്ള ഒരു ദൈവം, ജലസ് ഗോഡ്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ദൈവം സ്നേഹവാനാണ്, മനസ്സലിവുള്ളവനാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. പക്ഷേ ദൈവത്തിന് എന്താണ് ഇത്തിരി തീഷ്ണത കൂടുതലുള്ള, അതായത് ചെറിയ അസൂയ കൂടെയുള്ള ദൈവമാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ അസൂയ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ സ്പർദ്ധ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതൊരു നെഗറ്റീവ് മീനിങ് ആണ് എപ്പോഴും എടുക്കാറുള്ളത്. അസൂയ എന്നൊരു വാക്കിനൊരു പോസിറ്റീവ് മീനിങ് ഒരിക്കലും വരുന്നില്ല. പക്ഷെ നമ്മൾ ഈ പാഠം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവത്തിന് മനുഷ്യരോട് തോന്നുന്ന ഈ അസൂയ നീതിയുള്ളതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം എന്താണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചു വന്നതനുസരിച്ച് തന്നെ നമുക്ക് മനസ്സിലായി പലതവണ മനുഷ്യനെ അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ഉരുവാക്കുന്നത് തന്നെ ആരാണ്? ദൈവമാണ്. ഉരുവാക്കുക മാത്രമാണ്, പുറത്തു കൊണ്ടുവരികയും അതിനുശേഷം ആ കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം കൊടുത്തു വലുതാക്കി അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ നൽകുകയും എല്ലാം ചെയ്തിട്ടും പലപ്പോഴും ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോകുമ്പോഴും ദൈവ സ്നേഹവും മനസ്സലിവുള്ളവനുമായി ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു? തിരികെ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ദൈവം ഓരോ മനുഷ്യരോടും ചെയ്യുന്നുണ്ട്. ദൈവജനത്തോടും അല്ലാത്തവരോടും എല്ലാം ദൈവം ഇങ്ങനെ തന്നെ ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ആയിരുന്നിട്ടും എന്താണ് നമ്മൾ കാണുന്നത്? ഈ ഇസ്രായേൽ മക്കളുടെ ചരിത്രം നോക്കുമ്പോൾ എപ്പോഴും അവരെന്താണ് ദൈവത്തിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കുകയും വിഗ്രഹങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നൊരു രംഗമാണ് നമ്മളെപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ പഴയ ഇസ്രായേൽ മക്കളിൽ നിന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ അങ്ങനെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞ് നമ്മളിൽ നിന്നെല്ലാം കൈക്കൊണ്ട് ജീവിക്കുകയും എന്നാൽ ആ നമ്മൾക്ക് പകരം വേറെ വ്യക്തികളെ പാരൻസായി കാണുകയും ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഒരു തീഷ്ണത അല്ലേ, അത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ന്യായമാണെന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ പൊതുവേ അസൂയ എന്നൊരു വാക്കിന് നെഗറ്റീവ് മീനിങ് ആണെങ്കിൽ തന്നെയും ദൈവത്തെക്കുറിച്ച് എടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതൊരിക്കലും ഒരു അന്യായമായ വാക്കല്ല നമ്മൾ മനസ്സിലാകും. അത് വളരെ നീതിയും ന്യായമുള്ളൊരു വാക്കാണ് നമ്മൾ മനസ്സിലാകുന്നുണ്ട്. കാരണം എന്താണ്? എല്ലാം നമുക്ക് കിട്ടുന്ന ആരിൽ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. ഭൂമിയും ഭൂതലവും അതിൻ്റെ സർവവും അതിലടങ്ങിയിരിക്കുന്ന എല്ലാം എന്താണ്? ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും അവനുള്ളതാണ്. അപ്പോൾ സർവവും ദൈവത്തിനുള്ളതായിരിക്കെ നമ്മൾ ഉൾപ്പെടെ നമ്മൾ ജീവിക്കുന്നതും ചരിക്കുന്നതും ഇരിക്കുന്നതും എല്ലാം ദൈവകൃപയിലായിരിക്കെ നമ്മൾ ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയി അന്യ ദൈവങ്ങളെ സേവിച്ചാൽ തീർച്ചയായിട്ടും ഒരു ന്യായമായ അസൂയയാണ് ദൈവത്തിന് മനുഷ്യരോട് തോന്നുന്നതെന്ന് നമ്മൾ പറയേണ്ടി വരും അല്ലേ. തീർച്ചയായിട്ടും അതെന്താണ്? ന്യായമാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ആവർത്തനം 4:24 വാക്യത്തിലേക്ക് പോകുമ്പോൾ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീഷ്ണതയുള്ള ദൈവം തന്നെ നമ്മൾ കാണുന്നു. നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീഷ്ണതയുള്ള ദൈവം തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നഹൂം 1:2 വായിക്കുമ്പോൾ ദൈവം തീഷ്ണതയുള്ളവനും പ്രതികാരം ചെയ്യുന്നവനും എന്ന് കാണുന്നുണ്ട്. അതുപോലെ 1 കൊരിന്ത്യർ 13:4 വായിക്കുമ്പോൾ സ്നേഹം സ്മർദ്ദിക്കുന്നില്ല, അസൂയപ്പെടുന്നില്ല എന്ന് കാണുന്നുണ്ട് എന്ന് പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ദൈവം സ്നേഹവാനും കാരുണ്യവാനും മനസ്സലിവുള്ളവനുമാണ്.
ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുവാനും അതുപോലെ തന്നെ പാപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാനും മനുഷ്യരുടെ സർവ്വ ദുഃഖത്തിൽ ആശ്വാസപ്രദമായിരിക്കാനും ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ദൈവത്തിൽ നിന്ന് വിട്ടുപിരിയുമ്പോഴുള്ള ആ വികാരമാണ് ശരിക്കും എന്താണ് ഒരു തീഷ്ണതയോടുകൂടി ദൈവം പ്രവർത്തിക്കുന്നത് കാരണമായി തീരുന്നതെന്ന് നമ്മൾ ഈ പാഠങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സങ്കീർത്തനം 78 അധ്യായം 58 വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അവർ തങ്ങളുടെ പൂജാഗിരികളെ കൊണ്ട് അവനെ കോപിപ്പിച്ചു, വിഗ്രഹങ്ങളെ കൊണ്ട് അവന് തീഷ്ണത ജനിപ്പിച്ചു എന്നാണ്. അപ്പോൾ ദൈവസ്നേഹത്തെ ഉപേക്ഷിച്ച് വീണ്ടും വീണ്ടും വിഗ്രഹങ്ങളെ സേവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ കോപിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ തന്നെ അസൂയാക്കിക്കൊണ്ടിരിക്കുകയും കോപിക്കൊണ്ടിരിക്കുകയും തീഷ്ണതയുള്ളൊരു ദൈവമാക്കി മാറ്റുകയും ചെയ്യുന്ന ആരാണ്? മനുഷ്യൻ്റെ പാപമാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വിട്ടുപോകുന്ന സ്വഭാവമാണ് എന്ന് നമ്മൾ ഈ പാഠങ്ങളിലൂടെ മനസ്സിലാക്കി വരുന്നുണ്ട്. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11 വാക്യത്തിൽ നല്ലതും തീയതുമായ ഒരു സ്പർദ്ധയെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇത് ദൈവികമായ ഏറ്റുവാണെന്ന് പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മൾ ഈ റീസൺസൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ദൈവമാണ് അർഹമായ സ്നേഹം കിട്ടാൻ അർഹതയുള്ളൊരു വ്യക്തി. കാരണം എല്ലാം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിട്ട് ദൈവത്തിൽ നിന്ന് വിട്ടു പോകുമ്പോൾ ദൈവത്തിനുണ്ടാകുന്ന ഒരു വികാരമാണ് ശരിക്കും ആ ഒരു തീഷ്ണതയുള്ളവനായി പ്രവർത്തിക്കാനും സ്പർദ്ധയുള്ളവനെ പ്രവർത്തിക്കാനും അസൂയുള്ളവനായി പ്രവർത്തിക്കാനും ഒക്കെ കാരണമായി തീരുന്നു. ദൈവത്തിൽ നിന്ന് വിഗ്രഹത്തെ സേവിച്ചുകൊണ്ട് ദൈവത്തെ കോപിപ്പിക്കുന്ന ജനത്തിൻ്റെ സ്വഭാവം അതാണ് അവിടെ നിന്ന് ആദ്യം മാറേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഭാഗം എപ്പോഴും ന്യായമാണ് എന്ന് നമ്മൾ ഈ കാര്യം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതിനുമാണ്. അവൻ്റെ ജനം അവനെ മാത്രമേ ദൈവമായി ആരാധിക്കാവൂ എന്ന് ദൈവം പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം എന്തുകൊണ്ടാണ്? സൃഷ്ടിച്ചവനും സർവവും നൽകുന്നവനും ദൈവമായിരിക്കെ നമ്മൾ തീർച്ചയായിട്ടും അർഹമായി അവനാണ് ആരാധന നൽകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നീതി പ്രവൃത്തിയിലൂടെയാണ് ഈ ഒരു ജലസെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് കടന്നു പോകാം. മനസ്സലിവുള്ളവനും തീഷ്ണതയുള്ളവനും, കമ്പാഷൻ ആൻഡ് പാഷനേറ്റ്. ദൈവിക വികാരങ്ങളെല്ലാം തന്നെ യേശുവിൽ അങ്ങേയറ്റം പ്രകടമായിരുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 14 അധ്യായം 15 ഇങ്ങനെ പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല എന്ന്. അപ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ ബലഹീനതകളും ആരറിയുന്നു? ദൈവം അറിയുന്നു. ആ ബലഹീനതകളോട് ദൈവത്തിൻ്റെ മനോഭാവം സഹതാപം, മനസ്സലിവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബലഹീനതകൾ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മൾ പിന്നെയും സ്നേഹിക്കുകയും ആ ബലഹീനതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ബലഹീനത അറിയുന്ന ദൈവം ദുഃഖമായിരുന്നാലും വിഷമമായിരുന്നാലും വേദനയായിരുന്നാലും നമ്മൾ ആശ്വാസദായകനായി എത്തുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഇതൊരു അനുഭവമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13 അധ്യായം 4 മുതൽ 8 വരെ നോക്കുമ്പോൾ ദൈവസ്നേഹം എങ്ങനെയാണെന്ന് ഈ വാക്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. എങ്ങനെയാണ് ദൈവം ദീർഘമായി ക്ഷമിക്കുന്നു എന്നാണ്. ഒരു തെറ്റ് ചെയ്യും, പിന്നെയും ചെയ്യും ഒക്കെ നമ്മൾ പലതവണ തെറ്റ് ചെയ്യുമ്പോഴും ദൈവം അത് ക്ഷമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം ദീർഘമായി ക്ഷമിക്കുന്നു. അതുപോലെ ദൈവം ദയ കാണിക്കുന്നു, അസൂയപ്പെടുന്നില്ല. ഈ അസൂയപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യർക്കുള്ളതായ ഒരു നെഗറ്റീവ് അസൂയ ഒരിക്കലും ഒരു മനുഷ്യനോട് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നിഗളിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, ദേഷിക്കുന്നില്ല, ദോഷം കണക്കിടുന്നതുമില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ മാത്രം സന്തോഷിക്കുന്നു. അതുപോലെ ദൈവത്തെ വിശ്വസിക്കുകയും പ്രത്യാശയും ചെയ്യുന്നു. സ്നേഹം ഒരിക്കലും മാറ്റപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവസ്നേഹത്തിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ ബലഹീനതകളെല്ലാം സഹതാപം കാണിച്ചുകൊണ്ട് ദൈവം മാറാത്തവനായി തന്നെ തുടരുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ വാക്കുകൾ മാറ്റുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഒരു പ്രോമിസും ദൈവം മാറ്റുകയോ അതിന് അകന്നു പോവുകയോ ചെയ്യുന്നില്ല എന്നുകൂടെ ഈ ഭാഗങ്ങളെല്ലാം നമ്മെ ഒന്നുകൂടെ മനസ്സിലാക്കി തരണം. കാരണം ദൈവം എല്ലാം ദീർഘമായി ക്ഷമിക്കുകയാണ് ചെയ്യുന്നതെന്ന് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13 അധ്യായത്തിൻ്റെ 4 വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. റോമർക്കെഴുതിയ ലേഖനം 5:5 പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർത്തിയിരിക്കുന്നുവല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കണം. നമ്മൾ പറയുന്നതെല്ലാം സത്യമാണെന്നിരിക്കെ നമ്മൾ എങ്ങനെയായിരിക്കും ദൈവത്തോട് ആ ഒരു സ്നേഹം പ്രകടമാക്കുന്നത്? ശരിക്കും നമുക്കായിട്ട് നമ്മുടെ ബലഹീനതയിൽ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല.
പകരം എന്തെന്ന് പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ദൈവത്തെ സ്നേഹിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ അനുസരിച്ച് പാവമില്ലാത്തൊരു ജീവിതം തുടരുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ ഒരു സ്വഭാവം നമ്മൾ പ്രതിഫലിപ്പിക്കുമ്പോഴെന്താണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ പൂർണ്ണമായിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണല്ലേ. ശരിക്കും നമുക്കിവിടെ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അതെന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരതേ എന്ന് ദാവീദ് സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ. ശരിക്കും നമ്മൾ എന്നും ഈ ഒരു പ്രാർത്ഥന ഉരുവിടേണ്ടതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിന്ന് എടുക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോഴെന്താണ് ദൈവത്തോട് ദിനംപ്രതി അടുത്ത് ജീവിക്കാനും ദൈവസ്നേഹത്തിൽ നമ്മൾ ജീവിക്കുന്നതോടൊപ്പം ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പങ്കിടുന്നതിനും അത് കാരണമായി തീരും എന്ന് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ഹൃദയത്തിലെ അശുദ്ധിയും അനീതിയും പാപവും എല്ലാം നീക്കി എന്താണ് ദൈവനാമ മഹത്വത്തിനായി ജീവിക്കേണ്ടതിന് ദൈവം നമ്മെ എല്ലാവരെയും ദിനം പ്രതി സഹായിക്കണമെന്ന് ദിനം പ്രതി നമ്മളെന്താണ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പാപത്തിൽ ജീവിക്കുന്ന നമുക്ക് സ്വയമായി ദൈവസ്നേഹം പ്രതിഫലിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായം അവിടെ നമ്മൾ ചോദിക്കുകയും അങ്ങനെ ദൈവസ്നേഹത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ശരിക്കും നമുക്ക് അടുത്ത വെള്ളിയാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് തോട്ട്സ് ഫ്രം ദ മൗണ്ട് ഓഫ് ബ്ലെസ്സിങ് എന്ന പുസ്തകത്തിൽ ഇത് ബിയാറ്റിറ്റ്യൂഡ്സ് എന്നൊരു ഭാഗം വായിക്കേണ്ടതാണ്. കൂടുതൽ പഠനത്തിനായി നമുക്ക് ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിലേക്ക് മാത്രം ഒന്ന് പോകാം. ജനത്തിൻ്റെ ആവശ്യങ്ങളുടെ മേൽ യേശു പലപ്പോഴും മനസ്സലിവുള്ളവനായി തീരുന്നത് സുവിശേഷങ്ങളുടനീളം നാം കണ്ടിട്ടുണ്ട്. ശരിക്കും നമ്മളതിപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അവൻ എന്താണ് ചെയ്തത്? ശരിക്കും എന്താണ് ചെയ്തത്? മനുഷ്യരുടെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് അവരുടെ ആവശ്യങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ അറിഞ്ഞ് മനസ്സലിഞ്ഞ് എന്താണ് മരിച്ചു പോയവരെ കൂടെ അല്ലേ നയീൻ പട്ടണത്തെ ആ വിധവയുടെ മകനെ കൂടെ ദൈവം എന്ത് ചെയ്തു? ഉയർപ്പിച്ചു കൊടുത്തു. അത് ആ വ്യക്തി പാപിയാണോ പാപിയല്ലെന്നൊന്നും ദൈവത്തിന് അവിടെ വിഷയമല്ലായിരുന്നു. ദൈവം അവരുടെ ആ പ്രയാസത്തിന് മനസ്സലിഞ്ഞുകൊണ്ട് ഒത്തിരി പേരെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ആശ്വാസപ്രദനാകുകയും ചെയ്തതായിട്ട് നമ്മൾ ബൈബിളിൽ നിന്ന് വായിച്ചു വരുന്നുണ്ട്. നിങ്ങളൊരു വ്യക്തി എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു ക്ലാസ് എന്ന നിലയിലും ആശ്വാസമായിരിക്കുന്നവരെ നേരിടുന്നതിന് എന്ത് പ്രായോഗിക വഴികൾ നിങ്ങൾക്ക് എടുക്കുവാൻ കഴിയുമെന്നാണ് നമുക്ക് ചർച്ചയ്ക്കുള്ള മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്ന കാണുന്നത്. ദൈവം ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹവും മനസ്സിലും മറ്റു ജനങ്ങളോട് പ്രകടമാക്കിയത്. അപ്പോൾ ഈ ദൈവത്തെ പഠിപ്പിക്കുന്ന, മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന നമ്മൾ വ്യക്തിപരമായോ ക്ലാസ്സായിട്ടോ എങ്ങനെയാണ് ആവശ്യത്തിലിരിക്കുന്നവരെ നേരിടുന്നത് എന്നാണ് ഇന്നത്തെ ചോദ്യം. ശരിക്കും എന്താണ് ആവശ്യത്തിലിരിക്കുന്നവരിലേക്ക് നാം എത്തപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? ദൈവസ്നേഹം അവർ അനുഭവിച്ചറിയുന്നതിന് വേണ്ടി അവരുടെ ആവശ്യങ്ങളിൽ എന്താണോ അവർക്ക് ആവശ്യം അത് നമുക്ക് കഴിയുന്നത് പോലെ അവർക്ക് നൽകാൻ കഴിയുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് എന്ത് ചെയ്യും? നമ്മളിലൂടെ കാണാൻ കഴിയുമെന്നുകൂടെ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്ചത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു വന്നത് മനസ്സലിവുള്ളവനും സ്നേഹവാനുമായ, വളരെ ആഴത്തിൽ സ്നേഹിക്കുന്ന, അഗാധമായി സ്നേഹിക്കുന്ന, വീണ്ടെടുപ്പുള്ള സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഈ ആഴ്ച പഠിച്ചത്. അതുപോലെ തന്നെയാണ് ആവശ്യത്തിലിരിക്കുന്ന എല്ലാവരോടും മനസ്സലിവ് തോന്നുകയും അവരെ ആശ്വാസദായകനായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ദൈവത്തെക്കുറിച്ചാണ് ഈ ആഴ്ച നമ്മൾ പഠിച്ചത്. അമ്മയെക്കാട്ടി അധികമായി സ്നേഹിക്കുന്ന, ഹോശേ ഗോമോറിനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്ന, എത്ര തവണ ഇസ്രായേൽ മക്കൾ വഴിതെറ്റി പോയിട്ടും തിരിച്ചു കൊണ്ടുവന്ന അത്രയും അഗാധമായ ഒരു പ്രൊഫൗണ്ടിങ് ലവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും. ഇത് തന്നെ എത്ര സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കും ഇനിയും മറ്റുള്ളവരോട് അങ്ങനെ ആയിരിക്കേണ്ടതിന് ഈ ഒരു സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹവും മനസ്സിലും ആശ്വാസവും മറ്റുള്ളവർക്ക് നമ്മൾ നൽകേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മളേവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഈ പാഠപഠനത്തിൻ്റെ അവസാനത്തിനായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നത വാസം ചെയ്യുന്ന ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പാഠം പരിശുദ്ധാത്മ പ്രേരണയായി പഠിക്കാൻ സഹായിച്ചതിന് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഇന്ന് ആവശ്യമുള്ള മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങൾ മനസ്സിലാക്കി തന്നതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. പലപ്പോഴും പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കണ്ടുവരുന്നുണ്ട് കർത്താവേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കുമാറാണമേ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം അവിടുന്ന് ക്ഷമിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതെല്ലാം ചെയ്ത് ഞങ്ങൾ നഷ്ടമായി പോകാതിരിക്കേണ്ടതിന്
പഠിച്ചതുപോലെ പഠിപ്പിച്ചതുപോലെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതിന് ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്നു. പ്രിയ പിതാവേ, ആമേൻ.